ഇന്നത്തെ വീഡിയോ ആണുങ്ങൾ കാണുവാണെങ്കിലും പെണ്ണുങ്ങൾ കാണുവാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപോലെ ചിന്തിക്കാനും അതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക വീടുകളിലും പെണ്ണുങ്ങൾ പൊതുവെ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, എൻ്റെ വീട്ടിൽ ഒരു കെട്ടിയവനുണ്ട്, കുട്ടികളെക്കാളും കഷ്ടമാണ്, ഞാനില്ലാണ്ട് ഒരു കാര്യം ചെയ്യില്ല എന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. സത്യമാണ്, നമ്മൾ വിചാരിക്കും തുടക്കത്തില് ഭയങ്കര സ്നേഹത്തോടുകൂടി എല്ലാത്തിനും എൻ്റെ കൈ എത്തണം, എന്നാലേ എൻ്റെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ അല്ലെങ്കിൽ ചെയ്യുള്ളൂ, ഞാനില്ലാണ്ട് ഒന്നും ചെയ്യില്ല എന്ന് സന്തോഷത്തോടു കൂടി നമ്മൾ പറയും. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് കളിയാക്കാൻ തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ പുച്ഛിക്കലാകും, കുറച്ചും കൂടെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഒരു തരം കംപ്ലൈന്റ് ആയി മാറും, പിന്നെ കുറ്റപ്പെടുത്തലാകും, പിന്നെ വഴക്കാകും. വീട്ടിലെ നിരന്തരമായിട്ടുള്ള അടികൾക്ക് പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നതായി മാറുന്ന ഒരു പ്രശ്നത്തിനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീട്ടിലെ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാതെ ഭാര്യമാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആണുങ്ങൾ ഉണ്ട്, ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് തീർച്ചയായും ഇത് മുഴുവനും കാണണം. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ വിധിയാണ്, അല്ലെ എല്ലാം ഞാൻ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് കരുതി ഇരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിലൊരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കാണണം. കാരണം നമ്മൾ ഒരു ബ്രേക്ക് ചെയ്യേണ്ടത് ഒരു സൈക്കിളാണ്. ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പറ്റുമോ, നമ്മളെ കൊണ്ട് ആകുമോ എന്നും കൂടെയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. മാൻ ചൈൽഡ് എന്ന് പറഞ്ഞ അവസ്ഥ ഭയങ്കര കോമൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ചാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ അതിന്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ ഒരു വിഷയം ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ ഞാൻ അറിയേണ്ടതുണ്ടോ എന്നൊന്ന് നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് ഇതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേര് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പീറ്റർ പാൻ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണെന്നാണ് ഇത് പറയുന്നത് മനഃശാസ്ത്രത്തില്. ഈ മാൻ ചൈൽഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരാൻ ആഗ്രഹിക്കാത്ത കുട്ടി എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മൾ സൊസൈറ്റിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മാൻ ചൈൽഡ് എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കര റെസ്പെക്ട് കിട്ടുന്ന ഒരാളായിരിക്കും, നല്ല സാലറി വാങ്ങിക്കുന്ന ഒരാളായിരിക്കും, നല്ല ഓഫീസൊക്കെ ചിലപ്പോൾ റൺ ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി പോയിട്ട് ഒരുപാട് പൈസ കൊണ്ട് വീട്ടിൽ വരുന്ന ആളായിരിക്കും. എന്നാൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ ആൾക്ക് മുമ്പോട്ട് പോകാനേ പറ്റില്ല. ഭക്ഷണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, ചായ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു സർവീസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാളെ പലപ്പോഴും കാണുന്നത്. ഏകദേശം ഒരു 25 വയസ്സ് വരെ അടുക്കള കാണാതെ, സ്വന്തം തുണി അലക്കാതെ, ഒരു പണികളും തന്നെ ചെയ്യാതെ വളർന്നു വരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മകന് 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഭാര്യ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റോളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഭാര്യമാര് കയറി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരാൻ താല്പര്യമില്ലാത്ത ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് ഓൾറെഡി ഉണ്ടാക്കി കൊടുക്കുന്നത് അമ്മമാര് തന്നെയാണ്. നമ്മുടെ ജനറേഷൻ, ഈ ഒരു ജനറേഷനിൽ എത്തിയപ്പോഴേക്കുമാണ് ഈ ഒരു കാര്യങ്ങൾക്ക് കുറെ മാറ്റങ്ങൾ വരേണ്ടി വന്നത്. കാരണം നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഭാര്യമാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാതെ കുട്ടികളെ മാത്രം നോക്കുന്ന ആ ഒരു കടമയിൽ നിന്നും മാറി നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരായി മാറി. അതും രാവിലെ പോയ വൈകുന്നേരം വരെ വരുന്ന ഒരു ജോലിയുള്ള ആൾക്കാരായി നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി. നമുക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായി തുടങ്ങി, നമുക്കും ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഉണ്ടാവുന്ന സമയത്താണ് ഇതെല്ലാം ക്വസ്റ്റ്യനിങ് ആയിട്ട് വലിയ പ്രോബ്ലം ആയിട്ട് വന്നത്. എന്നാലോ രാവിലെ ഇപ്പോഴും ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് വാതിലടച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുമിച്ച് തന്നെ വാതിൽ തുറന്നു വരുന്ന ആൾക്കാർ നേരെ ഭാര്യ അടുക്കളയിലേക്കും ഭർത്താവ് കൗച്ചിലേക്കും പോകുന്നത് ഇപ്പോഴും ഒട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ സൈക്കിൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെന്ത് മാറ്റമാണ് നമുക്ക് വരുത്താൻ പറ്റുക എന്നും കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും നമ്മൾ ഓർക്കില്ല. ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ നമ്മുടെ മൈൻഡിൽ, കാരണം നമ്മൾ റോൾ മോഡൽ ചെയ്ത് കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ കണ്ടിരിക്കുന്ന അമ്മമാർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛൻ വീട്ടിൽ നിന്നിലേക്ക് കയറി വരുമ്പോൾ ബാഗ് വാങ്ങിച്ചു വെക്കാനും, ചായ കൊണ്ടേ കൊടുക്കാനും, തുണി എടുത്ത് മാറ്റാൻ വേണ്ടി കൊടുക്കാനും ഒക്കെ അമ്മമാരവിടെ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. അത് കണ്ടു വളർന്നതാണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും. ഇത് കണ്ടു വളർന്ന ആൺകുട്ടി എന്തായി, ഇന്ന് ഇതേപോലെ തന്നെയുള്ള ഒരു ഗസ്റ്റായി മാറി, വീട്ടിലെ ഗസ്റ്റ്. അപ്പം വീട്ടിലുള്ള ആളാവട്ടെ പെൺകുട്ടികളാവട്ടെ ഇത് ചെയ്തു കൊടുക്കുന്ന സെർവൻസ് അല്ലെ സർവീസ് പ്രൊവൈഡറായി മാറി. വീട്ടുകളിലെ അവരുടെ റൂം സർവീസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫുഡിന്റെ സർവീസ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. 2 കുട്ടികൾ ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടാവുമായിരിക്കും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടാവുമായിരിക്കും, വീട്ടിൽ അതർ മെമ്പേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നാലും ഇതൊക്കെ നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറാൻ പറ്റും
പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നൊരു കാര്യം. അതായത് ഞാൻ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് ഈ വെപ്പണൈസ്ഡ് ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആണുങ്ങൾ കൂടുതൽ നോക്കുന്നത്. അതായത് ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല, ഇതൊന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഈ ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ല, ഇത് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ 1 മണിക്കൂർ എടുക്കും, ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് നോക്കിക്കേ ഒരു ദിവസം ഞാൻ ചിലപ്പോൾ എടുത്തുനിന്ന് വരും, അത് മാത്രമല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് എൻ്റെ അറിവില്ലായ്മയെ ഞാൻ എന്താണ് ഒരു വെപ്പണാക്കുവാണ്. അങ്ങനെ ആക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങ് മാറി നിൽക്ക്, നിങ്ങൾക്കിത് അറിയില്ല എന്നൊന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ആ റോൾ എടുക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. ഞാനും ഇതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ കടന്നുപോയി അതിനെയൊക്കെ ഓവർകം ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ്. ഇതൊന്നും എടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മൈൻഡിൽ റീഡ് ചെയ്ത് നമ്മൾ അവിടെ ബ്രെയിൻ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. പക്ഷെ 1 at a time എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കളയാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു ടാസ്ക്കാണ്. അതായത് ഹസ്ബൻഡ് ഇത്രയും ടാസ്കുകൾ ചെയ്യുക, ഭാര്യ ഇത്രയും ടാസ്കുകൾ ചെയ്യുക, കുട്ടികൾ ചെറുതാണെങ്കിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്കും കുറെ ടാസ്കുകൾ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ അടുക്കള പൂട്ടി നമ്മുടെ താക്കോൽ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ അവരും കുറെ കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ എപ്പോഴും അവരെ ഇൻവൈറ്റ് ചെയ്യുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോൺസ്റ്റന്റ് റിമൈൻഡേഴ്സ് വേണ്ടി വരും. അവരോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. അവരിങ്ങനെ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നതെന്നും എല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ടാവും ഇത് പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ ഇതുപോലെ ചെയ്യാൻ നല്ല പാടല്ലേ എന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താണ് മാറാത്തത്? എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്തത്? നമ്മുടെ ചിന്താഗതിയല്ലേ. നമ്മുടെ ചിന്താഗതിയാണ് ആദ്യം മാറേണ്ടത്. ഈ അടുക്കള എന്ന് പറയുന്നത് എൻ്റെ മാത്രം അവകാശമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടത് എൻ്റെ മാത്രം ജോലിയാണ്, ഇത് പെണ്ണുങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് എന്ന ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഒരു കരട് പോലെ എവിടെയോ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്രീസറിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നത്, അടുക്കളയിൽ ഭക്ഷണം ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ ഒക്കെ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് അവരുടെ വീടുകളിലേക്ക് ഒന്ന് പോകാൻ പോലും അവർക്ക് പറ്റാറില്ലായിരുന്നു, നമ്മുടെ അമ്മമാരുടെയൊക്കെ അല്ലേ. കാരണം എന്താണ്? ഭർത്താവിന്റെ കാര്യങ്ങൾ, അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ചേട്ടന് ഞാനില്ലെങ്കിൽ ശരിയാവില്ല, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ വേണം എന്നൊരു റീസൺ ആയിരുന്നു അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. അത് നമ്മൾ ആ ഒരു സംഭവമാണ് നമ്മളങ്ങ് ബ്രേക്ക് ചെയ്ത് കളയേണ്ടത്. അവര് ഇൻഡിപെൻഡന്റ് ആണ്, അവര് ഗ്രോണപ്പ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് ഞാനില്ലാണ്ട് കുഴപ്പമില്ല, ദേ ക്യാൻ സർവൈവ് എന്നുള്ള ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടാസ്കുകൾ ഉണ്ടല്ലോ, അവർ ചെയ്യാത്ത ടാസ്കുകൾ തൊടാതെ ഇരിക്കുക. അവർ തന്നെ ചെയ്യട്ടെ, അവർ ചെയ്തില്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ, ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം എന്ന് ചിന്തിക്കാനും നിങ്ങൾ പഠിക്കുക. അപ്പോൾ കംപ്ലൈൻറ്റുകളൊക്കെ വരുമായിരിക്കും. കാരണം ഇതൊരു വലിയൊരു കടമ്പയാണ്. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതുപോലെ. എൻ്റെ ചുറ്റിലുള്ള പെണ്ണുങ്ങൾ, ഇതിനു വേണ്ടി ബാറ്റിൽ ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതായത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു എന്താ പറയുക സമൂഹമാണ് ഇത്. ആണുങ്ങളുടേതാണെങ്കിലും പെണ്ണുങ്ങളുടേതാണെങ്കിലും ഇവിടെ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. അതായത് ഞാൻ അവന് ഭക്ഷണം എടുത്തു കൊടുത്തില്ലെങ്കിൽ അത് ശരിക്കും ശരിയല്ലേ, അടുക്കളയിൽ ഭക്ഷണം ഇല്ലാന്ന് ഞാൻ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ അത് തെറ്റല്ലേ, എൻ്റെ ഉത്തരവാദിത്വമല്ലേ അവിടെ ഉറപ്പ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് മോശമല്ലേ എന്നുള്ള ഈ ചിന്തയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതൊന്നും ഒരു കുഴപ്പമില്ലടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ അവിടെ ഇട്ടാലും ഇത് കാണുന്ന ഒരാള് അത് വന്ന് അടുത്ത് ചെയ്യാനുള്ള വില്ലിങ് ആവുമ്പോൾ ഈ കാര്യങ്ങൾക്ക് സൈക്കിൾ ഇങ്ങനെ ബ്രേക്ക് ആവാൻ തുടങ്ങും. അത് നിങ്ങളിങ്ങനെ കണ്ട് ഒബ്സർവ് ചെയ്ത് അത് ആസ്വദിക്കാനൊക്കെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ തിരിഞ്ഞു നടക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ ഉള്ളിൽ പെട്ടുപോകും. അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഈ വീഡിയോ എന്ന് പോലെ ഞാൻ ചിന്തിച്ചു നോക്കി. പക്ഷേ ഇതിപ്പോഴും ആവശ്യമുണ്ടെന്ന് 100% ഉറപ്പാണ്. വീട്ടിലെ എന്തെല്ലാം അവസ്ഥകൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ സൈക്കിള് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നാളെ ഉണ്ടാവുന്ന ആൺകുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്ന ആൺകുട്ടികൾ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന പെൺകുട്ടികളെയും ഇത് തന്നെ ബാധിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഉണ്ടാവുന്ന അത്ര ക്ഷമയും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ കടന്നു പോകാനുള്ള ഒരു സമയ പരിധിയൊന്നും ഒരു ബന്ധത്തിലും ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. ഓൾറെഡി നമ്മളെല്ലാം ഇതെല്ലാം അനുഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, ഈ ബന്ധത്തിൽ ഇനി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കിതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഐ ആം ഇൻഡിപെൻഡൻറ്റ്, ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ഡു തിങ്സ് ബൈ മൈസെൽഫ്.
അപ്പൊ എന്നെ ആർക്കും നോക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഞാൻ ആരെയും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോട്ട് ഓൾറെഡി നമ്മുടെയൊക്കെ ഉള്ളിൽ വന്നു തുടങ്ങിയതാണ്. അപ്പം ഇനി അങ്ങോട്ട് വരുന്ന ജനറേഷന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഒരിക്കലും ഇതൊന്നും കണ്ടു നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ അമ്മമാരും അച്ഛന്മാരും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, ടാസ്കുകൾ കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫാമിലി ക്ലീനിങ് ഡേ, ഫാമിലി കുക്കിംഗ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എല്ലാ കാര്യവും ചെയ്യാം. ഓരോ കാര്യങ്ങളും ഓരോ ആഴ്ചയിലും പല ആളുകൾക്കും ടാസ്കുകൾ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ടാവുക. വീട്ടിലേക്ക് കയറി വരുന്ന അച്ഛൻ ഭക്ഷണം കഴിക്കാൻ അമ്മേനെ വെയിറ്റ് ചെയ്യാണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് കൈ കഴുകി മേശപ്പുറത്ത് ഭക്ഷണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആണുങ്ങളെ കാണുമ്പോൾ. അത് പെണ്ണുങ്ങളാണെങ്കിലും എനിക്ക് ദേഷ്യം വരും. കാരണം എൻ്റെ മുമ്പിൽ ഭക്ഷണം അങ്ങനെ ഞാൻ സെർവ് ചെയ്ത് എനിക്ക് കിട്ടാറുള്ളത് ഞാൻ ഹോട്ടലിൽ പോകുമ്പോഴാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരാൾ എൻ്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മുമ്പിൽ അങ്ങനെ ഞാൻ ചെയ്യാത്തപ്പോൾ അതുപോലെ എൻ്റെ കൂടെ ജീവിക്കുന്ന ആളും അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ലജ്ജയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഹോട്ടൽ സർവീസാണ് വീട്ടിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സഹായം കിട്ടി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ബലഹീനതയാണ്. നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. വീട്ടിൽ വെറുതെ ഇരുന്നും കിടന്നും ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശരിക്കും മറ്റൊരാളുടെ എന്താ പറയുക സഹായത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളാവട്ടെ ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് കറി ഉണ്ടാക്കേണ്ടത്, അമ്മയാണ് ചായ ഉണ്ടാക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം അച്ഛൻ വീട്ടിൽ ഫോൺ നോക്കിയിരിക്കുന്നു, അമ്മ ചായയും കറിയും ഉണ്ടാക്കുന്നു എന്ന് കണ്ടു വളരുന്ന കുട്ടികളാണ് നാളെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്. ശരിക്കും ഈ വീഡിയോ എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയണം തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? ഈ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കറങ്ങി കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഇതിനെപ്പറ്റി ഓർത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അതും കൂടെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്കിതൊരു നല്ലൊരു ഗുഡ് ജേർണി ആയിട്ട് ഈ സൈക്കിൾ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്